ഹലോ എവ്രി വൺ. ഇന്നിവിടെ കർണാടക സൈഡിൽ ഉഗാദി ഫെസ്റ്റിവൽ ആണ്. ഉഗാദി നമ്മുടെ നാട്ടിലത്തെ വിഷു മാതിരി ഇവിടുത്തെ ഒരു ന്യൂ ഇയർ ആണ്. സോ ഇവിടെ ഞാൻ എന്ത് ലഞ്ച് ഉണ്ടാക്കി ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. കർണാടക സൈഡിലെ എന്തോ ഒരു ഫെസ്റ്റിവലിനും അവർ ആദ്യം ഹോളിക ഉണ്ടാക്കും. അതാണ് ഏതൊരു ലഞ്ചിനും നല്ല മെയിൻ ഒരു ഐറ്റം അത്. സോ ഇവിടെ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് ഞാൻ കുഴച്ച് വെച്ചു. പിന്നെ മേലെ അതിൻ്റെ എണ്ണ ഇട്ടിട്ട് ഒരു 1 അവർ നമ്മൾ കുഴച്ച് വെച്ചു. പിന്നെ ഞാൻ കടലപ്പരിപ്പ് ഇതാണ് ഇതിൻ്റെ സ്റ്റഫിങ്. കടലപ്പരിപ്പ് ഞാൻ തലേദിവസം രാത്രി ഇന്നലത്തെ രാത്രി ഞാനത് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഇന്ന് രാവിലെ ഞാനത് ബോയിൽ ചെയ്തു. കുറച്ച് വെള്ളം ഇട്ടിട്ട് അത് നന്നായിട്ട് അത് കുക്ക് ചെയ്തിട്ട് അത് കുറുകി വരുന്ന മാതിരി അത് കുക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും നെയ്യും ഇട്ടിട്ട് ഇതാണ് അതിൻ്റെ സ്റ്റഫിങ്. പിന്നെ ഞാനത് കുറച്ച് നേരം അത് അടച്ച് വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് അത് കുറുകും. പിന്നെ അത് ഉണ്ട പിടിച്ച് വെക്കാം. പിന്നെ എല്ലാം ഞാൻ അത് അങ്ങോട്ട് ഉണ്ട പിടിച്ച് വെച്ചു. പിന്നെ ഇത് മൈദ ഒരു 1 അവർ ഞാൻ കുഴച്ച് വെച്ചു. അപ്പോൾ അത് ഞാൻ ഉണ്ട പിടിച്ചു. എനിക്ക് ഈ അളവിൽ എനിക്കൊരു 10 ഹോളിക കിട്ടി. അപ്പോൾ അത് നമ്മൾ സ്റ്റഫിങ് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റഫ്ഡ് പറാട്ട ഒക്കെ ഉണ്ടാക്കേണ്ട മാതിരി സ്റ്റഫിങ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് തിന്നായിട്ട് അതൊന്ന് പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ നെയ്യിട്ടിട്ട് തവല അപ്പുറത്തും ഇപ്പുറത്തും നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. സോ ഇത് ഇങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചു. എല്ലാ ഹോളികയും ഞാൻ ഉണ്ടാക്കി വെച്ചു. സോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റും ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ അടുത്തത് ഉണ്ടാക്കിയത് മാംഗോ റൈസ് ആണ്. ആദ്യം നല്ലെണ്ണ എടുത്തിട്ട് കടുക്, ജീരകം, കടലപ്പരിപ്പൊക്കെ താളിച്ചിട്ട് കറി ലീഫൊക്കെ കടലയൊക്കെ താളിച്ചിട്ട് ഞാൻ പച്ച മാങ്ങ 1 മീഡിയം സൈസ് പച്ചമാങ്ങ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടു. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ച് പച്ചരി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തു. ആ റൈസ് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. സോ മാംഗോ റൈസ് റെഡിയായി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ടാമറിൻ റൈസ്. നല്ല കുറച്ച് കടുക്, ജീരകം, കടല, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് പുളിവെള്ളം ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഇങ്ങനെ കുറുകി വരണം. സോ പുളിവെള്ളം നന്നായിട്ട് ഇങ്ങനെ കുറുകി വരണം. പിന്നെ ഞാൻ ഇവിടെ റൈസ് ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചു. സോ അത് ഇതിലിട്ടിട്ട് നന്നായിട്ട് അത് ഒന്ന് മിക്സ് ചെയ്യാം. സോ ടാമറിൻ റൈസും റെഡിയായി. നല്ല ടേസ്റ്റിയുള്ള മെനു ആണ്. പിന്നെ കർണാടകത്ത് സാലഡ് കോസംബറി ഉണ്ടാക്കി. സോ ഇതാണ് ഞങ്ങളുടെ ലഞ്ച് മെനു ഇന്ന് ഉഗാദിന്. സോ ഈ ലഞ്ച് മെനു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.